ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ സബ്സെറ്റുകൾ വളരെ എളുപ്പത്തിൽ ഓർമ്മിക്കാനും എഴുതാനും ആവശ്യമായ വളരെ പ്രധാനപ്പെട്ട ഒരു ടിപ്പാണ് പറയുന്നത്. ഈ ടിപ്സ് പറയുന്നതിന് മുന്നേ എന്താണ് സബ്സെറ്റ് എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പൊ എ എന്നത് ബിയുടെ ഒരു സബ്സെറ്റ് ആണെങ്കിൽ നമ്മൾ സാധാരണ എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് എഴുതാറുണ്ട്. എന്താണ് അതിനർത്ഥം? എവറി എലമെന്റ് ഓഫ് എ ഈസ് ഇൻ ബി എന്ന് പറഞ്ഞാൽ എയിലെ എല്ലാ അംഗങ്ങളും എവിടെ വേണം? ബിയിൽ വേണം. ഇതിനെ നമ്മൾ സബ്സെറ്റ് എന്ന് പറയുന്നത്. പിന്നീട് നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നൾ സെറ്റ് എന്ന ഫൈൽ എല്ലാവരുടെയും സബ്സെറ്റ് ആണ്. ദ സെറ്റ് ഇറ്റ്സെൽഫ് ഈസ് എ സബ്സെറ്റ്. അപ്പൊ നമ്മൾ ഏതൊരു സെറ്റിന്റെയും സബ്സെറ്റ് എഴുതുമ്പോൾ നൾ സെറ്റും എഴുതണം, ആ തന്ന സെറ്റും എഴുതണം. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലായ കാര്യം, വളരെ എളുപ്പത്തിൽ മനസ്സിലായ കാര്യം, ഫൈ എന്ന നൾ സെറ്റിന്റെ സബ്സെറ്റ് ആരാണ്? ഫൈ ആണ്. സെറ്റ് 1 എന്ന ഒരു സെറ്റ്, ഒരു സിംഗിൾട്ടൺ സെറ്റ്, ഇതിന്റെ സബ്സെറ്റുകൾ ആരൊക്കെയാണ്? സെറ്റ് 1, നൾ സെറ്റ്. ഇനി സെറ്റ് 1, 2 രണ്ട് എലമെന്റ് ഉണ്ടെങ്കിലോ? സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 1, 2 നൾ സെറ്റ്. എന്നാൽ 3 എലമെന്റും 4 എലമെന്റും വരുമ്പോൾ വളരെ എളുപ്പത്തിൽ എങ്ങനെ മനസ്സിലാക്കാം, അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നോക്കൂ, ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാണ് സെറ്റ് 1, 2, 3 ഇതിന്റെ സബ്സെറ്റുകൾ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ വളരെ എളുപ്പത്തിൽ എഴുതാനുള്ള ഒരു ടിപ്പാണ് ഞാൻ പറയുന്നത്. ശ്രദ്ധിക്കുക. ആദ്യം നമ്മളൊരു ട്രയാങ്കിൾ ഫോം ചെയ്യും. 1, 2, 3 എന്നിവ ഇതിന്റെ ഒരു വെർട്ടിസുകളാക്കി എഴുതി വെക്കുക. ഇനി ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 3 വെർട്ടക്സുകളും നമ്മൾ ഓരോ സെറ്റാക്കി എഴുതുക. സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 3. ഇനി നമ്മൾ ഈ സൈഡ് 1, 2, അടുത്ത സൈഡ് 2, 3, മൂന്നാമത്തെ സൈഡ് 1, 3. ഇത് മറ്റ് 2 എലമെന്റുകൾ വരുന്ന സബ്സെറ്റുകളാണ്. ഇനി 3 എലമെന്റുകൾ വരുന്ന ഏതാണ്? 1, 2, 3. അതെന്ത് ചെയ്യുന്നു? 1, 2, 3 ആയിട്ട് എഴുതുന്നു. തുടർന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? നൾ സെറ്റ്. ഇതിന്റെ ഉള്ളിൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ദെർഫോർ നൾ സെറ്റ്. ഇങ്ങനെ 8 എലമെന്റുകൾ, ഈ 3 സെറ്റുകൾ, ഈ 3 എലമെന്റുകൾ വരുന്ന സെറ്റിന് 8 സബ്സെറ്റുകൾ ഉണ്ടായിരിക്കും. ഇനി ഞാൻ പറയാൻ പോകുന്നത് വളരെ മനോഹരമായിട്ട് നിങ്ങൾക്ക് ഇത് ഓർമ്മിക്കാൻ മറ്റൊരു ഉദാഹരണം കൂടി ഞാൻ പറയാം. അതായത് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള വാക്കാണ് പറവ. പറവ. അപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഈ ഒരു പറവ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നോക്കൂ, പ, റ, വ ഇത് ഒരു 3 എലമെന്റുകളുള്ള ഒരു സെറ്റായി പരിഗണിച്ചാൽ പ, റ, വ ഇത് 3 വെർട്ടീസുകളാക്കി എടുത്തു കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ എഴുതുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായി. സെറ്റ് പ, സെറ്റ് റ, സെറ്റ് വ. പിന്നെ ഈ 3 സൈഡ്സ് പറ, റവ, പവ. അപ്പൊ 3 പിന്നെ 3 ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ പറവ. ഇനി പറവ പറന്നു പോയാലോ? ആരും ഉണ്ടാവില്ല. അപ്പൊ നൾ സെറ്റ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ അടിസ്ഥാനപരമായിട്ട് കാര്യം. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരിക്കലും പിന്നെ നിങ്ങൾക്ക് 3 എലമെന്റുകൾ വരുന്ന സെറ്റുകളുടെ സബ്സെറ്റുകൾ മറക്കുകയില്ല. ശ്രദ്ധിക്കുക. ഇനി ഞാൻ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി, നാലാമത്തെ 4 എലമെന്റുകൾ വരുമ്പോൾ ഇതും കൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി പരീക്ഷയ്ക്ക് ഒരിക്കലും നിങ്ങൾക്ക് ആൻസർ തെറ്റുകയില്ല. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ സെറ്റ് നോക്കൂ, എ, ബി, സി, ഡി 4 എലമെന്റുകൾ ഇവിടെ സബ്സെറ്റ് എഴുതാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഈ 4 എലമെന്റുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു റെക്ടാംഗിളിന്റെ വെർട്ടിസസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. എ, ബി, സി, ഡി. ഇനി ആദ്യം നമ്മൾ എഴുതേണ്ടത് ഈ 4 വെർട്ടസുകളും ഓരോ സെറ്റുകളാക്കി എഴുതുന്നു. സെറ്റ് എ, സെറ്റ് ബി, സെറ്റ് സി, സെറ്റ് ഡി. ഇനി 2 സൈഡുകൾ ഏതൊക്കെ? 2 സൈഡുകൾ എ, ബി ഒരു സൈഡാണ്. എയും ബിയും ചേർന്നാൽ ഒരു സൈഡായി. ബി സി, ബി, സി, സി, ഡി, എ, ഡി. ഇപ്പൊ നോക്കുമ്പോൾ 4 സൈഡ്സ് ആയി. ഇനി നമ്മൾ 2 ഡയഗണൽസ് നോക്കൂ, എ, സി വളരെ മനോഹരമായിട്ടൊരു ഡയഗണൽ വരച്ചു. അത് ഒരു സെറ്റാക്കി എഴുതി.
ഇനി അടുത്ത ഡയഗണൽ വരച്ചു ബി കോമ ഡി. അപ്പൊ എന്തായി 6 എലമെന്റുകൾ ഉണ്ടായിരിക്കും, 6 സെറ്റുകൾ ഉണ്ടായിരിക്കും, 2 വീതം. ഇനി 3 വീതമാണ് അടുത്ത് എഴുതാനുള്ളത്. ഈ 3 വീതം എഴുതുമ്പോൾ വളരെ മനോഹരമായിട്ട് നമുക്ക് ഓർമ്മിക്കാനുള്ള ഐഡിയ എന്താണ്? ഒരു ഡയഗണലാണ് മറന്നിട്ട് ഈ ഡയഗണലില് 2 ട്രയാങ്കിൾ ആക്കി മാറ്റി. ഏതൊക്കെ 2 ട്രയാങ്കിൾ? എ ബി സി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ എ കോമ ബി കോമ സി. ഇനി അടുത്ത ട്രയാങ്കിൾ ഏതാണ്? എ ഡി സി. അപ്പൊ എ കോമ ഡി കോമ സി. ഇനി ഈ ഡയഗണൽ എടുത്ത് ഒഴിവാക്കിയതിനു ശേഷം ഈ ഡയഗണൽ നമ്മൾ മറന്നിട്ട് ഈ ഡയഗണൽ പരിഗണിച്ചു കഴിഞ്ഞാൽ എ ബി ഡി, എ ബി ഡി, തുടർന്ന് ബി സി ഡി, ബി സി ഡി. ഇനി 4 ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ എ ബി സി ഡി, തുടർന്ന് ലാസ്റ്റ് നൾ സെറ്റ് 5. അപ്പൊ നിങ്ങൾ നോക്കൂ, 4 എലമെന്റ് ഉള്ള ഒരു സെറ്റിന്റെ സബ്സെറ്റിന്റെ എണ്ണം 2⁴. ഒരംഗമുണ്ടെങ്കിൽ 2⁴1, 2. 2 അംഗങ്ങൾ ഉണ്ടെങ്കിൽ 2², 3 അംഗങ്ങൾ ഉണ്ടെങ്കിൽ 2³ അപ്പൊ n അംഗങ്ങൾ ഉണ്ടെങ്കിൽ 2n. ഈ 2n എന്ന ഫോർമുല നിങ്ങൾ കാണാതെ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുകയാണ് ചെയ്യുന്നത്. ആക്ച്വലി ഇത് കിട്ടിയത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ആ ചാപ്റ്ററിൽ എലമെന്റുകളുടെ എണ്ണത്തെ കുറിച്ച്, ഇപ്പോ നൾ സെറ്റ് ആണെങ്കിൽ ഒരു എലമെന്റ് ഇല്ലാത്ത സബ്സെറ്റ് NC0, ഒരംഗം ഉള്ളതിന് നമ്മൾ എഴുതുക നമ്പർ ഓഫ് എലമെന്റ്സ്, നമ്പർ ഓഫ് സബ്സെറ്റ്സ് NC1, 2 അംഗങ്ങളുള്ളത് NC2, 3 അംഗങ്ങളുള്ളത് NC3, അങ്ങനെ n അംഗങ്ങളുള്ളത് NCn. ഇതിന്റെ എല്ലാം സമ്മ് NC1 പ്ലസ് NC2 പ്ലസ് NC3 പ്ലസ് എക്സെട്ര NCn ഈക്വൽ ടു 2n എന്ന ഫോർമുല കിട്ടും. ഇത് നിങ്ങൾ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്നുള്ള ചാപ്റ്ററിൽ വിശദമായിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ട്. അതിനാൽ ഈ സബ്സെറ്റുകൾ 3 എലമെന്റ് വരുന്ന സബ്സെറ്റ് എഴുതുമ്പോൾ അത് ട്രയാങ്കിളിന്റെ വെർട്ടിക്സ് ആയിട്ടും, 4 എലമെന്റുകൾ വരുമ്പോൾ സബ്സെറ്റ് എഴുതാൻ അത് റെക്ടാങ്കിളിന്റെ 4 വെർട്ടക്സുകളായിട്ടും റെപ്രസെന്റ് ചെയ്തിട്ട് ഈ പറഞ്ഞ ആശയം ഉപയോഗിച്ച് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും.